ശബരിമല സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് തുടരുന്നു. ഉച്ചവരെ 53,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തി. മരക്കൂട്ടം മുതൽ നിയന്ത്രണങ്ങളോടെയാണ് കയറ്റിവിടുന്നത്. മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങി 6 ദിവസം പിന്നിടുമ്പോൾ 5.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്ത് ദർശനം നടത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന ശേഷം വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 5.5 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്നലെയും 1 ലക്ഷത്തിനോടടുത്ത് തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയിരുന്നു. ഇന്നും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മരക്കൂട്ടം മുതൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പമ്പയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മണിക്കൂറിൽ 3000-നും 4000-നും ഇടയിൽ തീർത്ഥാടകർ സന്നിധാനത്തിൽ കയറുന്നു എന്നുമാണ് പോലീസിന്റെ കണക്ക്. മിനിറ്റിൽ 60-നും 70-നും ഇടയ്ക്ക് തീർത്ഥാടകരെ 18-ാം പടി കയറ്റി വിടുന്നുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ ഒരു തിരക്ക് തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ നിരീക്ഷണം. പ്രത്യേകിച്ച് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഇവിടെ തന്നെ തമ്പടിച്ച് പർണശാല കെട്ടി നിൽക്കാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് തിരക്ക് കൂടും എന്ന് തന്നെ പോലീസ് വിലയിരുത്തുന്നുണ്ട്. അതാണെങ്കിലും വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനുഭവപ്പെട്ടെങ്കിലും ഇവിടെ എത്തിയ തീർത്ഥാടകർക്ക് ദർശനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവിടേക്ക് എത്തുവാൻ ഒരുപക്ഷെ പമ്പയിൽ നിന്ന് സന്നിധാനം വരെ ഇവിടേക്ക് എത്തുവാൻ 7-8 മണിക്കൂർ എടുക്കുന്ന ഒരു സാഹചര്യം ചില സമയങ്ങളിൽ ഉണ്ടായേക്കാം. സാധാരണഗതിയിൽ രാവിലെ 8 മണിക്ക് ശേഷം സന്നിധാനത്ത് തിരക്ക് അല്പം കുറയും. പിന്നീട് തിരിച്ചിറങ്ങുന്ന അയ്യപ്പന്മാരുടെ ഒരു തിരക്കായിരിക്കും ഉണ്ടാവുക. ഒരു 11 മണിയോടെ സ്ഥിതിഗതികൾ കുറെ കൂടി നിയന്ത്രണ വിധേയമാകും. അയ്യപ്പന്മാർക്ക് തിരക്കില്ലാതെ ഇവിടെ എത്താൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ വൈകുന്നേരം വീണ്ടും അയ്യപ്പന്മാരെത്തുകയും തിരക്ക് കൂടുകയും ചെയ്യും. അവരുടെ തമ്പടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെയും വൈകുന്നേരവും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നിരുന്നാലും ഇവിടെ എത്തുന്നവർ സുഗമമായി ദർശനം നടത്തി മടങ്ങിപ്പോകുന്നു എന്നുള്ളത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും വലിയ ആശ്വാസമുള്ള കാര്യമാണ്. കാരണം മണ്ഡലവിളക്കിന് മുൻപ് ഉണ്ടായ പ്രശ്നങ്ങൾ, അതിൽ ആദ്യം നട തുറന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും പിന്നീട് ആവർത്തിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡിനെയും പോലീസിനെ സംബന്ധിച്ച്. സന്നിധാനത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18.